ഇടുക്കി തൊടുപുഴയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന ആരോപണം. തൊടുപുഴ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റലിനെതിരെയാണ് പരാതി. ടിൽ തെറാപ്പിക്ക് വിധേയയായ കണ്ണൂർ സ്വദേശിനി ഗുരുതരാവസ്ഥയിലായെന്നാണ് ബന്ധുക്കളുടെ പരാതി. 1 കോടി രൂപ ചിലവുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റ് പരാജയപ്പെട്ടു. ഡിസ്ചാർജ് ചെയ്യണമെന്ന് ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ടുവെന്നും 60% രോഗശമനം ഉറപ്പ് നൽകിയതിനു ശേഷമാണ് ചികിത്സയ്ക്ക് വിധേയമായതെന്നും ബന്ധുക്കൾ പറയുന്നു. ഡോക്ടർ പറഞ്ഞ ഒരു ടിൽ തെറാപ്പി ഉണ്ട്. സാർക്കോമ ഈ പേഷ്യൻ്റ് എൻ്റെ പെങ്ങളെ ക്യാൻസറിൻ്റെ പേര് സാർക്കോമ ആണ്. അപ്പോൾ ടിൽ തെറാപ്പി ഇത് ചെയ്തതിനാൽ 60% അസുഖം മാറിക്കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോക്ടറോട് ഇന്നലെ ചോദിച്ചു, ഇത് ഈ ടിൽ തെറാപ്പി വേറെ ആർക്കെങ്കിലും സാർക്കോമ എന്ന് പറഞ്ഞാൽ വേറെ പേഷ്യൻറ്റിന് ഇത് കൊടുത്തിട്ടുണ്ടായെന്ന് ചോദിച്ചു. അപ്പോൾ ഒരുപാട് ആൾക്ക് കൊടുത്തിട്ടുണ്ട്, മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ആ സമയത്ത് ഇവിടുത്തെ ഹോസ്പിറ്റലിലെ ഡോക്ടർ അദ്വാനി, മുംബൈയിലുള്ള ഡോക്ടർ വിജയ്, അവരൊരു ബറ്റാലിയൻ ടീമുണ്ടായി. അപ്പോൾ അതിന് ശേഷം ആഷിക്കുട്ടി വിവരങ്ങൾ നൽകാനായി. ആഷിക്ക്, ചികിത്സാ പിഴവ് തന്നെയാണോ ബന്ധുക്കൾ ആരോപിക്കുന്നത്? ആശുപത്രിയുടെ ഒരു വിശദീകരണം എന്താണ് ഇക്കാര്യത്തിൽ? തീർച്ചയായും അജി, തൊടുപുഴ വെങ്ങല്ലൂരിൽ പ്രവർത്തിക്കുന്ന സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആശുപത്രിക്കെതിരെയാണ് ഗുരുതരമായ ആരോപണം ഉയർന്നിരിക്കുന്നത്. ഏതാണ്ട് 1 കോടി രൂപ ചിലവുള്ള ക്യാൻസറിന്റെ ഏറ്റവും അത്യാധുനികമായ ചികിത്സാ രീതിയായ ടിൽ തെറാപ്പിക്ക് വിധേയയായ കണ്ണൂർ സ്വദേശിയായ 34-കാരിയുടെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിലേക്ക് മാറി എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഏതാണ്ട് 1.5 മാസം മുമ്പാണ് തൊടുപുഴയിലെത്തി ടിൽ തെറാപ്പിക്ക് 34-കാരിയായ യുവതി വിധേയയാകുന്നത്. തുടർന്ന് ഇവരെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റുകയും 1 മാസത്തോളം ഐസൊലേഷനിൽ കഴിയുകയും ചെയ്തു. തുടർന്നാണ് ഇവരുടെ ആരോഗ്യനില വലിയ രീതിയിൽ ഗുരുതരമാവുകയും പിന്നീട് ഇന്ന് ശരി, ആഷിക്കാണ് വിവരങ്ങൾ നൽകിയത്.